എടേ കുട്ടികൾ ഉറങ്ങിയാ? ഇല്ല, ഉറങ്ങിയിട്ടൊന്നുമില്ല. നിങ്ങള് വരാൻ കാത്തിക്കാണ്. കഴിഞ്ഞിട്ട് വരാം. പുതിയ കടയാണെങ്കിലും ബ്രോസ്റ്റ് അടിപൊളിയാണ് അല്ലേ? അടിപൊളിയാടാ, നല്ല സൂപ്പറാണ്. റഷീദ് അല്ലടാ നിക്കണത്? ആളെ 2-3 ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. രാത്രി ഇവിടെ തന്നെ ഉണ്ടല്ലോ. ഉടായ്പുണ്ടോ? അങ്ങനെ ഒന്നും ഉണ്ടാവില്ല അവന്. ഇടയ്ക്ക് ഇങ്ങനെ കാണാവനെ, പക്ഷെ ആള് ഡല്ലായിരിക്കണം. ഒന്ന് ചോദിച്ചു നോക്കാം നമുക്ക്. വാ വാ. എന്താ റഷീദ് 2-3 ദിവസമായിട്ട് നീ ഇവിടെ ഇങ്ങനെ കാണുന്നുണ്ടല്ലോ, എന്ത് സംഭവം? വീട്ടിൽ പോകുന്നില്ലല്ലോ? ഉടായ്പ എന്തെങ്കിലും ഉണ്ടോ? ഇവിടെ സ്ഥിരമായിട്ടുണ്ടല്ലോ. ഒന്നുമില്ലടാ, വെറുതെ ഇങ്ങനെ ഇരുന്നാ. പിന്നെ വെറുതെ എങ്ങനെ ഇവിടെ വന്നിരിക്കാതെ? എന്താ മറ്റേ പാർക്കല്ലേ? എന്താ തന്റെ സംഭവം? എന്താ എന്തോ ഒരു തിരിഞ്ഞലുണ്ട് എന്റെ അടുത്ത്. പറയേ. ഒന്നുമില്ലടാ, ഞാൻ വെറുതെ ഇങ്ങനെ ഇരുന്നു. ഇതെന്താ കാര്യം പറയേ? ഞാൻ കുട്ടികളെ ഉറങ്ങാൻ വേണ്ടി കാത്തിക്കണം. അതെന്താ നീ കുട്ടികളെ ഉറങ്ങാൻ വേണ്ടി കാത്തിക്കണേ? കുട്ടികളെ ഉറങ്ങുന്നതിന് മുമ്പല്ലേ നമ്മളെല്ലാരും പോണ്ടത്? എടാ അതൊന്നുമില്ല, 2-3 ദിവസമായിട്ടേ കുട്ടികള് മന്തി കൊണ്ടുവരാൻ പറഞ്ഞു. ഞാനാണെങ്കില് കയ്യില് പൈസ ഇല്ല, പണി കുറവല്ലേ. അപ്പൊ ഞാൻ അവര് ഉറങ്ങിയാല് എന്നാ പിന്നെ ആറ്റുങ്ങളെ കണ്ണുമൂറും കാണണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അവര് ഉറങ്ങാൻ അങ്ങനെ കാത്തിക്കണം. അതെന്താ പണിയില്ലേ? പണി വളരെ കുറവാണ്. അപ്പൊ ഈ മഴക്കായിട്ട് പണിയില്ല. അല്ല ഇന്നലെ പിന്നെ ഞാനത് കണ്ടില്ല ബാപ്പുവിന്റെ ഒപ്പം. അപ്പൊ നിങ്ങൾ പണിക്ക് പോയതല്ല? ബാപ്പുവിന്റെ ഒപ്പം ഞങ്ങൾ അന്ന് പോയത് പണിക്ക്. ഒരു മിനിറ്റ് അപ്പൊ അത് പണി നോക്കാൻ വേണ്ടിട്ടില്ല, ഞങ്ങൾ ടൂൾസ് ഉണ്ടായിരുന്നു അവിടെ വീട്ടിലുണ്ടായിരുന്നു. അപ്പൊ അത് എടുത്തുകൊണ്ടൊന്ന് വർക്കിങ്ങിന് ക്ലിയർ ആക്കാൻ വേണ്ടി കൊടുക്കാൻ വേണ്ടി പോയതാണ്. ശരിക്കും പറഞ്ഞാല് 1 മാസത്തോളമായി ശരിക്കും പണി ഉണ്ടായിട്ട്. അപ്പൊ പണി ഇപ്പൊ കുറവാണ് പറഞ്ഞ ആകെ പ്രശ്നത്തിലാണ്. അപ്പൊ ശരി ആവശ്യ. ഓക്കെടാ, ഞാൻ പോയാലോ? നിങ്ങൾ വിട്ടോളെ. പോവാ. അങ്ങനെ ഇരിക്കേ എന്നിട്ടേ കുട്ടികള് ഉറങ്ങിയ ശേഷം വരി പോവാ. ഹലോ, ഈ മന്തി എടുത്ത് വെച്ച് നിങ്ങളവിടെ പോയിരിക്കണേ? മന്തിയോ? ആരും ഇവിടുന്ന്? ഈ കുട്ടികൾ ഇതവിടെ തിന്നാൻ കാത്തിക്കണ. നിങ്ങളെവിടെയാണേ? മന്തി ആരും ഇവിടുന്ന്? നിങ്ങൾ അറിഞ്ഞിട്ടെന്നെ ഉണ്ടാവൂല. നാടകം കളിച്ചാൽ വേഗം കൊണ്ടുവരി. ആരും മന്തി കൊടുക്കുന്നു? റഷീദ, നീ ചെയ്ത ഏതായാലും ശരിയായില്ല. കുട്ടികളൊരു ആഗ്രഹം പറഞ്ഞിട്ട് അത് മറച്ചു നടന്നില്ലേ? ഇല്ലേ കുട്ടികളെ ഉറങ്ങാൻ വേണ്ടി കാത്തിക്കണ്ട. മന്തിയൊക്കെ വരിയിലെത്തിയാണ് കേട്ടാ.